നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശനിയുടെ മാറ്റമാണ്. ശനി മാർച്ച് മാസം 29-ാം തീയതി മീനമാസം 8-ാം തീയതിക്ക് കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഗോചരം ചെയ്യുമ്പോൾ ശനിയുടെ ഒരു പ്രത്യേകതയുണ്ട്. 2.5 വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കുംഭൻ രാശിയിലാണ് 2.5 വർഷക്കാലമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത് മീനത്തിലേക്ക് വരികയാണ്. ഈ പറഞ്ഞ 2025 മാർച്ച് മാസം 29-ാം തീയതി. അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് വളരെ പ്രത്യേകതകളുള്ള ഒരു ഗ്രഹമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ഒരു ഗ്രഹമാണ് ശനി. ഗുണങ്ങൾ ആണെങ്കിൽ അതീവ ഗുണങ്ങളും ദോഷങ്ങളാണെങ്കിൽ മനുഷ്യനെ ഏറ്റവും വലിയ ദുരിതങ്ങളിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ഒരു ഗ്രഹമാണ് ശനി ഭഗവാൻ അല്ലെങ്കിൽ ശനിദേവൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കുറച്ച് ആൾക്കാർ വളരെ ദുരിതങ്ങളിലൂടെ കണ്ടകശനി, ഏഴരശനി ഇതുപോലുള്ള വിഷയങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കുറച്ച് ആൾക്കാരുടെ ഈ ദോഷങ്ങൾ മാറി കുറച്ച് ആൾക്കാർക്ക് ഈ ശനിയുടെ മാറ്റം കൊണ്ട് ദോഷങ്ങൾ, ഏഴരശനിയും കണ്ടകശനിയും ജന്മശനിയും ഒക്കെ തുടങ്ങുന്ന ഒരു സമയം ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് മിഥുനക്കൂറ് അല്ലെങ്കിൽ മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശി എന്നാൽ മകയിരത്തിൻ്റെ പകുതി ഭാഗം തിരുവാതിര, പുണർത്തിൻ്റെ 45 നാഴിക അല്ലെങ്കിൽ പുണർത്തിൽ മുക്കാലും ചേർന്നാണ് മിഥുനക്കൂറ് അല്ലെങ്കിൽ മിഥുനൻ രാശി എന്ന് പറയുന്നത്. മിഥുനൻ രാശിക്കാരെ പറ്റി പറയുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ 9-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ആ ശനി ഇനി കർമ്മഭാവത്തിലേക്ക് വരും. ഇപ്പോൾ ഓൾറെഡി അവർക്ക് വ്യാഴം 12-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർ വളരെ ദുരിതങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് ശനിയും പിന്നെ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി, സർവേശ്വരകാരകനായ വ്യാഴം 12-ലൊക്കെ ആയിരിക്കുമ്പോൾ ഈ ആൾക്കാർ കുറേ ദുരിതങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഭാഗ്യങ്ങളൊക്കെ നഷ്ടത്തിലാകുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുക, കുടുംബത്തിൽ പലവിധ അരിഷ്ടതകളും പ്രയാസങ്ങളും വഴക്കുകൾ മനോദുഃഖങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പലവിധ തടസ്സങ്ങളുണ്ടാകും, ബിസിനസ്സിൽ നഷ്ടങ്ങൾ, ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുക, ഒരറിയിപ്പും കൂടാതെ ജോലി നഷ്ടപ്പെടുക ഇത്യാദി കാര്യങ്ങളുണ്ടാകും. പലവിധ രോഗദുരിതങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകും. സാമ്പത്തിക കടങ്ങൾ ഏറി വരിക, എന്ത് ചെയ്തിട്ടും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നില്ല, കടങ്ങൾ കൂടിക്കൂടി വരുന്നൊരവസ്ഥയുണ്ട്. പലവിധ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ പോകുന്ന വളരെയധികം ആൾക്കാർ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ട്, അല്ലേ? മിഥുനക്കൂറിൽപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ഭാഗ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരുമുണ്ട്. ചെറിയ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയൊക്കെ നല്ല സ്ഥിതിയിലാണ് അവരുടെ ഗ്രഹനിലയിൽ എങ്കിൽ കുറച്ച് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ ഭാഗ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു പൊതുഫലമാണ്. അപ്പോൾ പൊതുഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽപ്പെട്ട 2.25 നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരേപോലെ കഷ്ടത ഉണ്ടാകണമെന്നില്ല. കാരണം ഇത് നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ മൊത്തത്തിൽ എന്തുമാത്രം നക്ഷത്രക്കാർ കാണും. മകയിരത്തരയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്ന നക്ഷത്രക്കാർ, അതായത് മകയിരത്തിൻ്റെ പകുതി ഭാഗത്തിൽ ജനിച്ചതും തിരുവാതിര നക്ഷത്രക്കാരും പുണർത്തിൽ ജനിച്ച നക്ഷത്രക്കാരും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ കഷ്ടതയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാതകം, നമ്മുടെ ഗ്രഹനില ഇതിനെയൊക്കെ അനുബന്ധിച്ചാണ്, ദശാകാലം, ഇപ്പോൾ സഞ്ചരിക്കുന്ന അപകാരകാലം, ഇതിനെയൊക്കെ ബന്ധിച്ചാണ് നമ്മുടെ ജീവിത അനുഭവങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പൊതുഫലമായിട്ട് മാത്രമേ കാണാവൂ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വളരെ ദുരിതങ്ങളിലൂടെ തന്നെ പോകും. കാരണം അവരുടെ ഗ്രഹനിലയിൽ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹവും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമൊക്കെ ബലക്കുറവാണ്. പ്രത്യേകിച്ച് രാഹുവൊക്കെയാണ് നിൽക്കുന്നത്. ഇനി ഇവരുടെ കർമ്മസ്ഥാനത്ത് രാഹുവൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാപഗ്രഹങ്ങളൊക്കെ ഈ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള മേഖലയിൽ, ജോലി സംബന്ധമായ മേഖലയിൽ പലവിധ തടസ്സങ്ങളിലൂടെ ഈ ആൾക്കാർക്ക് കടന്നു പോകും. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫുള്ള് നെഗറ്റീവ് പറയാവുന്ന ഒരു എപ്പിസോഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ
ഇതിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. കുറച്ച് ആൾക്കാർക്ക് നല്ല അവസ്ഥകളിലൂടെയൊക്കെയും പോകുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ജാതകം പരിശോധിക്കുക. ഇപ്പം ജാതകം പരിശോധിച്ച് നമ്മുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കുക. വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഫലത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലമൊക്കെ മെച്ചകരമാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ശുക്രദശാകാലമാണ് സഞ്ചരിക്കുന്നത്, അല്ല ശനിദശാകാലമാണെന്ന് തന്നെ വിചാരിക്കുക. ശനി ഞാൻ പറഞ്ഞു, ശനി രാജകാരകനാണ്. രാജാവിന് തുല്യമായിട്ട് വാഴുന്ന ഗ്രഹമാണ് ശനി. അതോടൊപ്പം തന്നെ മോശമായാൽ ദാരുണകരമായിട്ടുള്ള പിച്ചച്ചട്ടി എടുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. കാരണം അതിലും വലിയൊരു കഷ്ടത്തിലേക്ക് പോകും. കാരണം നമ്മൾ ഭിക്ഷ യാചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെ നമ്മളെ എത്തിക്കാൻ ശേഷിയുള്ള ഗ്രഹം കൂടിയാണ് ശനി. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ശനി നമുക്ക് വളരെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുകയാണ്. ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന ശനി, രാജകാരകനായിട്ട് നിൽക്കുന്ന ശനിയുടെ ദശാകാലമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഭാഗ്യങ്ങൾക്കൊന്നും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. വളരെ ഉന്നതിയിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നതായിട്ടൊരവസ്ഥയുണ്ടാകും. ഈ മകരത്തിൻ്റെ ആ പകുതി ഭാഗവും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും ചേർന്ന നക്ഷത്രക്കാർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മിസ്റ്റേക്കാന്ന് വരില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. നിജസ്ഥിതി നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ജ്യോതിഷനെ കണ്ട് കൃത്യമായി നിങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിക്കുക, നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി, നിങ്ങളുടെ ദശാകാലം ഇത്യാദി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ദോഷങ്ങളൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് നമുക്കതിനുള്ള പ്രതിവിധികൾ തേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഭാഗ്യസ്ഥാനത്ത് നിന്ന് ശനി കർമ്മസ്ഥാനത്തേക്ക് മാറുകയാണ്, 10ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ആ 10ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അതിനെ കണ്ടകശനി എന്നോട് പറയും. കണ്ടകശനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ കണ്ടകശനി കൊണ്ടേ പോകും. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് പോലും കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് എടുക്കാതെ പോകും. ഇപ്പോൾ പല യൂട്യൂബ് ചാനലും പരിശോധിച്ചാൽ ഈ ഒരു സ്ഥിതി തന്നെ വളരെ ഉന്നതി പറയുന്ന അവസ്ഥയുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ വരുമല്ലോ, ഇതിനകത്ത് യൂട്യൂബ് ചാനലൊക്കെ വരുമ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയും കണ്ടകശനി വരുന്നവർക്കും രാജയോഗം എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷേ അതിനകത്ത് കഥയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളതുപോലെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളത് പ്രിക്കോഷൻസ് എടുത്ത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന ചെയ്യുക. നമുക്ക് ഇന്ന ദുരിതങ്ങൾ വരാനുണ്ട്, അല്ലെ വരും എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിനുള്ള പ്രാർത്ഥനകളും ജപങ്ങളും അല്ലെങ്കിൽ ദേവാലയ ദർശനങ്ങളും ദാനധർമാദികളൊക്കെ ചെയ്ത് നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമുക്ക് വലിയ പുരോഗതി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയും ചെയ്യും, നമുക്ക് കഷ്ടങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് നിജസ്ഥിതി പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് കുറച്ച് പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത്. വ്യാഴത്തിന് ബലമില്ലാത്ത അവസ്ഥയാണ്. വ്യാഴം 12 നിൽക്കുകയാണ്. ഈശ്വരാധീനം കുറവാണ്. എവിടെ ചെന്നാലും നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. നമ്മൾ പോകണ്ട, നമ്മൾ എടുത്ത ആ പ്രശ്നത്തെ കൊണ്ടിടും. ഇപ്പം ഈശ്വരാധീനം കുറവായതുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ കർമ്മഭാവത്തിലേക്ക് ശനി വരികയാണ്. കണ്ടകശനിയുടെ ഒരു യോഗം കൂടെ നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്. ദാരുണമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക. അതായത് നമ്മളാൽ ഒരു കാര്യങ്ങളും ഉണ്ടാക്കണ്ട, നമ്മൾ അതിൽ ചെന്ന് അകപ്പെട്ടോളും. അതാണ് ഈ കണ്ടകശനിയുടെ ഒക്കെ പ്രശ്നങ്ങൾ. നമ്മളൊന്നിനും പോകണ്ട, നമ്മളെ കൊണ്ട് അതിനകത്ത് എത്തിച്ചിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മളെ ഈ ദുരിതങ്ങളൊക്കെ വണ്ടി പിടിച്ച് വരും. വണ്ടി പിടിച്ച് നമ്മുടെ അടുത്ത് വന്ന ദുരിതങ്ങളായിട്ട് നമ്മുടെ കൂടെ നിന്നോളും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ അതിനകത്തൊരു ഗുണം കൂടുണ്ട്. അതായത് നിങ്ങൾക്ക് മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മെയ് മാസത്തിന് ശേഷം ഈ ഒരു ദുരിതങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ശമനം ഉണ്ടാകും. അതുവരെ നിങ്ങൾ കർശനമായിട്ടുള്ള മുൻകരുതലുകളിലൂടെ മാത്രം പോവുക. വലിയ കടബാധ്യതകളെടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുക. ലോണുകളും കാര്യങ്ങളും അധികമായിട്ട് എടുക്കാതിരിക്കുക. ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല കേട്ടോ. അതുകൂടെ ഞാൻ പറയാം. ചില ആൾക്കാർക്ക് ഇപ്പം നമുക്ക് ദശാകാലമൊക്കെ മെച്ചമാണെങ്കിൽ ആ ഒരു ഗുണങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടാകും. ശനിയുടെ ദശാകാലമാണെങ്കിലും അപാരകാലമാണെങ്കിലും ഒക്കെ തന്നെ ശനി ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഗുണങ്ങൾ ചെയ്യാനും ശേഷിയുള്ള ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാവർക്കും ഇതേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും പേടിക്കരുത്.
പിന്നെ അതിനാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി നമ്മുടെ ഗ്രഹനില പരിശോധിച്ച് ദശാകാലമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദശാകാലം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനുള്ള മുൻകരുതൽ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ നമ്മൾ പണസംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുക. അതായത് ബിസിനസ് സംബന്ധമായ മേഖലയിൽ പണം കൂടുതൽ അമിതമായിട്ട് ഇറക്കാതിരിക്കുക. പിന്നെ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളും അതുപോലെ തന്നെ പിന്നെ പങ്കാളികളുമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടം, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശിരോരോഗങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഇടയും വളരെയധികം. ഇപ്പം തന്നെ ഓൾറെഡി ഇവർക്ക് പലവിധ രോഗദുരിതങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ പോകുന്നത്, പല ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനുള്ള ഇടയുണ്ട്. ആക്സിഡൻറ്റ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഇടയും വളരെയധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ അധികം സഞ്ചരിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് രാവിലെയും വൈകിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ ശനി ഭഗവാനെ ഭജിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. 2025 മാർച്ച് അവസാനം മുതൽ മെയ് മാസം പകുതി വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ സമയം നിങ്ങൾക്ക് വ്യാഴം 12-ലും കണ്ടകശനിയുടെ അവസ്ഥയൂടെ ഉണ്ടാവും കേട്ടോ. ആ സമയം നിങ്ങൾ കുറേ പ്രശ്നങ്ങളിലൂടെ പോകും. അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് എല്ലാ ദിവസങ്ങളും നന്നായിട്ട് പ്രാർത്ഥിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന ഇത്യാദി കാര്യങ്ങളൊക്കെ മുടക്കാതെ ചെയ്യണം. ആ ഒരു സമയം നിങ്ങൾക്ക് വളരെ കഷ്ടത പിടിച്ച സമയമാണ്. ഈശ്വരാധനവും ഇല്ല, കണ്ടകശനിയുടെ അവസ്ഥയും കൂടെ വരും. അതിനുശേഷം നമുക്ക് മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാകും. അപ്പോൾ ആ കണ്ടകശനിയുടെ ദുരിതങ്ങൾ നിങ്ങൾക്ക് കുറയും. നിങ്ങളിപ്പോൾ പോകുന്ന അവസ്ഥയുടെ കുറച്ചുകൂടെ ഗുണകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അതുവരെ ആ ഒരു കുറച്ച് മാസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന 10 പേര് കണ്ടാൽ അതിനകത്ത് ഒരാൾക്കെങ്കിലും ഈ ഒരു എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം കറക്റ്റാണ്. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒത്തുവരും. 10 പേര് കണ്ട ഒരാൾക്കെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒത്തുവരും. അവരുടെ ഗ്രഹനിലയിൽ ദുരിതകരമായിട്ടുള്ള സ്ഥിതിയിലായിരിക്കും ഈ ശനിയൊക്കെ നിൽക്കുന്നത്, വ്യാഴമൊക്കെ നിൽക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നങ്ങളിലൂടെയൊക്കെ തന്നെ അവർ കടന്നു പോകും. ഇപ്പോൾ 10 പേരെടുത്താൽ ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ ഉണ്ടാവും. എങ്കിലും അതായത് എന്നാൽ ഈ 10 പേർക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തും ഇല്ല. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ 10 പേരെടുത്താൽ ഒരാൾക്കുണ്ടാവും, പക്ഷേ 10 പേർക്ക് മുഴുവനായിട്ടും ഉണ്ടാകത്തുമില്ല. അപ്പോൾ ആ 10 പേരിൽ ഒരാൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് ഗ്രഹനിലയും കാര്യങ്ങളും പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുക. സഞ്ചരിക്കുന്ന അപകാരകാലം എത്ര വരെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അപകാരകാലത്തിനും ദശാകാലത്തിനും തുല്യമായിട്ടുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുക. അപ്പോൾ അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണിൽ കൊള്ളേണ്ട കാര്യം പുരിയത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടാകും. പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ മഹാഭാഗ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വളരെ ഗുണങ്ങളുണ്ടാവും എന്നൊന്നും എനിക്കിതിനകത്ത് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്ന ചാനലുണ്ടെങ്കിൽ നിങ്ങൾ അത് ഗുണവും ഇത് ദോഷവും നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞെന്ന് പലപ്പോഴും കാണാറുണ്ട് എനിക്ക്. നിങ്ങൾ ഇത് ഫുള്ള് നെഗറ്റീവാണല്ലോ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ എങ്ങനെ നെഗറ്റീവ് അല്ലാതെ എങ്ങനെ പോസിറ്റീവ് പറയും? അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പോഴും നമുക്ക് എന്താണ് നമുക്ക് ഭയങ്കര രാജയോഗങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച, ഇതൊക്കെയാണ് നമുക്ക് കേൾക്കാനും കാണാനും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് മാത്രം നമ്മൾ കേട്ടിങ്ങനെ സുഖിച്ചിരുന്നിട്ട് അത് കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് മോശമായിട്ട് കാണരുത്. നമുക്ക് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വേണേൽ എനിക്ക് കുറേ ഒന്ന് സുഖിപ്പിച്ചിട്ട് നല്ല ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകും. നിങ്ങൾക്ക് കണ്ടകശനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വഴിപാടൊക്കെ ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ എന്ന് പറഞ്ഞ് വേണം എനിക്കിത് നൈസായിട്ട് ബാക്കി നിങ്ങൾക്ക് ഇന്ന സമയങ്ങൾ വളരെ ഗുണകരമാണ്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വേഗത്തിൽ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് വേണേൽ പോകാം. പക്ഷേ ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വഴിപാടുകളിലേക്ക് പോവാം. എന്തൊക്കെ വഴിപാടുകൾ ചെയ്താൽ ഇതിൻ്റെ ദുരിതങ്ങൾ മാറിക്കിട്ടുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് വേണ്ടി അവരവരുടെ മത ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ എന്ത് വിശ്വാസമാണോ അടിയുറച്ച് നിൽക്കുന്ന ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃഷ്ണൻ അമ്പലത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, അർച്ചന, പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുക.
വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് ഉണ്ടാവും, കൂടുതൽ ഈശ്വരാധീനം ഉണ്ടാവും, തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അതുപോലെ തന്നെ പിന്നെ ക്രിസ്ത്യൻ മതഭാഗത്തിൽപ്പെട്ടവർ പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുക. സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുക. മാസത്തിൽ ഒരു പ്രാവശ്യം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥന, കുർബാന ഇത്യാദി കാര്യങ്ങളിൽ പങ്കുകൊള്ളുക. നമ്മുടെ പേരിൽ കുർബാന നടത്തുക. മരിച്ചവരുടെ പിന്നെ നമ്മുടെ കല്ലറകളിൽ പോയിട്ട് അവിടെ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ തടസ്സങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ നിസ്കാരങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യുക. അതുപോലെ തന്നെ അന്നദാനാദികൾ നടത്തുക. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് യത്തീംഖാനകളിലൊക്കെ ഒരു ചെറിയ തുക നമ്മുടെ പേരിൽ സംഭാവന ചെയ്യുക. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയുള്ള പണം നമ്മൾ സംഭാവന ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പിന്നെ ഹിന്ദുമത വിശ്വാസികൾ ഉദയത്തിന് സർവ്വവിഘ്നോപശാന്തിക്കായിട്ട് നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തിയാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ സർപ്പക്കാവുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാസത്തിലോ അല്ലെ 2 മാസം 3 മാസം കൂടുമ്പോൾ കാവുകളിൽ പോയി പ്രാർത്ഥിക്കുക. പിന്നെ ധർമ്മദൈവസ്ഥാനത്ത് യഥാശക്തി വഴിപാടുകൾ നടത്തുക. പരദേവതയ്ക്ക് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക്, ജലധാര, അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെയധികം പ്രശ്നങ്ങളോടാണ് പോകുന്നതെങ്കിൽ ദേവീക്ഷേത്രത്തിൽ കടുംപായസം, അർച്ചന, ഉടയാട ഇത്യാദി വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തടസ്സങ്ങൾ കുറേയേറെ മാറിക്കിട്ടും, ഈശ്വരാധീനം ഉണ്ടാവും. പിന്നെ കൂടുതലും വേണ്ടത് നമ്മൾ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ചെറിയ ചെറിയ ഗുണാനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പക്ഷേ കൂടുതലും നമ്മുടെ പ്രയാസങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ ഫുള്ള് നെഗറ്റീവ് പറഞ്ഞെന്ന് കരുതരുത്. ഓൾറെഡി വ്യാഴം 12 സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പൊതുവിൽ പോസിറ്റീവ് എനർജി വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നത് പല ആൾക്കാരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇനിയിപ്പോൾ വ്യാഴം 12-ലും പിന്നെ നമുക്ക് ശനിയുടെ കർമ്മഭാവത്തിൽ വരുമ്പോൾ കണ്ടകശനിയുടെ അവസ്ഥയോടെ ഉണ്ടാകുമ്പോഴത്തെ ദുരിതം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇതൊന്നിച്ച് വരുന്ന വളരെ കുറച്ച് പീരീഡേ ഉണ്ടാകത്തുള്ളൂ. ആ പീരീഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പീരീഡിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വേണ്ടിയും ഈ വഴിപാടുകൾ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ഇതിനകത്ത് ഞാൻ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം നിങ്ങളുടെ ദോഷാനുഭവങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയാണ്, മുൻകരുതലുകളെടുത്ത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഈ അപകട സാധ്യത നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രം കരുതുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.